ഒരു വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ചേർത്തലയിൽ മെഹർ എന്ന് പറയുന്ന ഒരു കുഴിമന്തി കടയുണ്ട്. ആ കുഴിമന്തി കടയുടെ ഒരു പോസ്റ്റ് വല്ലാത്തൊരു വിവാദമായി. ഇപ്പം ആ മെഹർ എന്ന് പറയുന്ന കുഴിമന്തി കടയുടെ ഓണറെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഷുവുമായി ബന്ധപ്പെട്ടിട്ട് മെഹറിൻ്റെ ഒരു പരസ്യം വന്നിരുന്നു. ആ പരസ്യത്തിനകത്ത് വിഷു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കണ്ണൻ്റെ ഒരു ഫോട്ടോ, അതിൻ്റെ താഴെ ഈ കുഴിമന്തിയുടെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്, ചിക്കനൊക്കെ വെച്ചിട്ടുള്ളൊരു പടം. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം കൃഷ്ണൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്യുവർ വെജ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു കടയുടെ പരസ്യമാണ് അവർ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഒരു വിഷ് അറിയിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ AI ജനറേറ്ററായിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഇവർ ക്രിയേറ്റ് ചെയ്ത് അവരത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് തെറ്റാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഈ കാണുന്ന ഒരു പോസ്റ്റില്ലേ, ഞാൻ വിഷു പ്രമാണിച്ചുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നോട് സഹകരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഞാൻ വിഷു അറിയിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് സ്വന്തം ID-യിൽ വന്നിട്ട് തെറി പറയാനോ അല്ലെങ്കിൽ കമൻ്റ് ഇടാനോ ഗഡ്സ് ഇല്ലാത്ത സംഘിനഹറികളും കാസാക്കൂസന്മാരും വന്നിട്ട് ഒരുപാട് കമൻറ്റുകൾ ഇട്ടു. എൻ്റെ മരിച്ചു പോയിട്ടുള്ള ഉമ്മയും വാപ്പയൊക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടാണ് അതിനകത്ത് പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഇവർക്കൊന്നും മറുപടി കൊടുക്കാൻ നമ്മൾ ആളല്ല. കാരണം നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചവനാണെന്നുണ്ടെങ്കിൽ സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ട് കമൻ്റ് ഇടുമ്പോഴേ അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും ആ ഒരു മെഹർ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റിനകത്ത് ഒരുപാട് നല്ല ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പം ആ പോസ്റ്റ് കാണുമ്പോൾ വേദനിക്കും. എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടാൻ പോകുന്നത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഷ് ചെയ്യാറുണ്ട്. പെരുന്നാൾ വന്ന വിഷ് ചെയ്യും, ക്രിസ്മസ് വന്ന വിഷ് ചെയ്യും, ഓണം വന്ന വിഷ് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല വിശ്വാസികൾക്ക് അത് വല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ മനസ്സിന് വേദന ഉണ്ടാകും. ചിലർ ചിലപ്പോൾ അത് ആ ഒരു വിഷിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സംഘപരിവാറും കാസയും മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും ആളുകൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവൻ്റെ കണ്ണാക്കി കൊണ്ടുപോയി കൈയിട്ട് കൊടുത്തതാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു സംഭവം. ഇപ്പം ഇതിന് നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന ഒരു മറുപടി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ കേൾക്കുക. ഒരിക്കലും നമ്മളൊരു മതവിഭാഗത്തിൽപ്പെട്ടിട്ട ആളുകളെയും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മളവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ മതവിദ്വേഷം നടത്താനോ പാടില്ല. കാരണം ഇവരിത് എല്ലാം കാണിക്കും. കാരണവന് അടുപ്പിലും തൂറാം എന്നാണല്ലോ ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറ്റകൾ മറ്റു മതത്തെക്കുറിച്ചിട്ട് എന്ത് തെമ്മാടിത്തരം പറഞ്ഞാലും എന്ത് തോന്നിയാസം പറഞ്ഞാലും ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ഒരു പുല്ലുമില്ല. പക്ഷേ നിങ്ങൾ ഒരു മുസ്ലിമാണോ, മുസ്ലിം നാമധാരിയാണോ, നിങ്ങൾ നല്ല ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തെങ്കിൽ പോലും അത് തിരിച്ച് നിങ്ങൾക്ക് പണി കിട്ടുന്ന രീതിയിലായിരിക്കും വരുന്നത്. എന്തായാലും ഉസ്താദിന്റെ ഈ ഒരു മറുപടി ഒന്ന് കേട്ടോ. എന്താണ് നമ്മുടെ അവസ്ഥയല്ലേ? ആലപ്പുഴ ചേർത്തലയിൽ മന്തി റെസ്റ്റോറന്റിന്റെ വിഷു പരസ്യത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം വന്നതിൽ ഉടമ അറസ്റ്റിൽ. മെഹർ നമ്മൾ ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന ചില അഭ്യാസങ്ങളിൽ ചിലപ്പോൾ നമ്മളെ പടച്ചം വരെ കൈവിട്ട് കളയും. എടാ, നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, നമ്മൾ നമ്മുടെ ആദർശത്തിലായിട്ട് ഉറച്ചു നിൽക്കുക, അതോടൊപ്പം മറ്റുള്ളവരെ അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. നിങ്ങൾ നോക്ക്, വ്യക്തിപരമായിട്ട് പറയാം, 33 വർഷത്തിൻ്റെയൊക്കെ എപ്പോഴെങ്കിലും എൻ്റെ പോസ്റ്റിൽ എവിടെയെങ്കിലും വിഷു ആശംസകളോ ഓണാശംസകളോ കണ്ടിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ അവരുമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? അവർക്ക് ആശംസ കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് ആശ്വാസമാകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ജുമാ നമസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് ഉണ്ടല്ലോ, ആ ചേച്ചിയുടെ മോടെയും 3 മണിക്ക് അവരുടെ ആധാരത്തിൻ്റെ രജിസ്റ്ററാണ്. നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കുറച്ച് പടക്കം പൊട്ടിച്ചുകൊണ്ടോ കുറേ പൂക്കൾ വാരി വിതറിയുണ്ടെന്നും ഒരു കാര്യമില്ല. അങ്ങനെ നമ്മൾ ആദർശം പണയം വെച്ചിട്ടൊന്നും ചെയ്യേണ്ടതുമില്ല. എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളത്തിന് ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതേ സമയത്ത് നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള കുടുങ്ങൽ ഇതാണ്. ഇപ്പോൾ AI ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? AI റിക്വസ്റ്റ് കൊടുത്തു, മന്തിക്കടക്ക് വിഷുവായിട്ട് ബന്ധപ്പെട്ട ഒരു ആശംസ അറിയിക്കാൻ പറഞ്ഞു. അവർ മനോഹരമായിട്ട് ചെയ്തു തന്നു. ഇപ്പോൾ നീ കുടുങ്ങി, ഇപ്പോൾ നീ അകത്തായില്ലേ? എടാ പഹയ, ഇവിടെ നമ്മളെ കാത്തു നിൽക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ വന്നൊരു വാർത്തകൾ ശ്രദ്ധിച്ചു നോക്കി. പോയ പള്ളി ദറസ് വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപം ചെറുവണ്ണൂരിലാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റത്. പരിക്കേറ്റ് 10-13 വയസ്സുള്ള ചെറിയ വിദ്യാർത്ഥികൾ, ദറസ് വിദ്യാർത്ഥികളാണ്. അവരവരുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുവരെഴുതാൻ വേണ്ടി പോയതാണ്. ആ കുഞ്ഞുങ്ങളെ ഇടിവള വെച്ച് അതുങ്ങൾ ഇടിക്കുക. മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ, എന്താ ഒന്നുമില്ല, ഒരു പ്രകോപനവും ഇല്ലാതെ അവരെ കണ്ടപ്പോൾ തലയെ തൊപ്പി തോന്നി. അവരോട് ചോദിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അർത്ഥം എന്താണെന്ന് ചോദിച്ചു. കാരണം മറ്റേ സാധനമൊക്കെ അടിച്ചിട്ട് നിൽക്കുകയല്ലേ, ഇവനൊന്നും വെളിവില്ലല്ലോ. ഇവനൊക്കെ എന്ത് വെളിയും വെള്ളിയാഴ്ച, തലക്ക് ബോധമൊന്നും സാധനമില്ല. ഇവനൊക്കെ ഈ രാഷ്ട്രബോധം ദേശബോധം എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഒരു വൈകുന്നേരം വരെ ഇതിങ്ങനെ ഈ വികാരം കയറ്റി നടക്കുകയാണ്. ഏതെങ്കിലും മനുഷ്യന് ഇവനെ കൊണ്ടൊക്കെ വല്ല ഗുണമുണ്ടാ? ഒരു ഗുണമില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരുത്തനെ ഇടിച്ച് നശിപ്പിച്ച് കൊന്നു കളഞ്ഞത്. ഇങ്ങനത്തെ കുറെ വികാരജികളോട് ജീവിക്കുകയാണ്. ഇവനെ കൊണ്ടൊന്നും ഭൂമിക്ക് ഒരു തരത്തിലുള്ള ഗുണങ്ങളും ഇല്ല.
ഒരു മനുഷ്യന് എന്തിനാ അവനവന്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് പോലും ഒരു മുട്ടുസൂചിയുടെ ഗുണമൊന്നും ഇവനും ചെയ്യത്തില്ല. ഈ കാണുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങ് വികാരം വ്രണപ്പെടുക. ഈ വികാരം വ്രണപ്പെടുന്നവന്റെയൊക്കെ മുമ്പിലാണ് നീയൊക്കെ ഈ മറ്റേ ആഘോഷം എന്ന് പറഞ്ഞ് ചെല്ലുന്നത്. നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? അവനവന്റെ കാര്യം നോക്കിക്കൂടെ? ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നില്ലേ അന്തസ്സോടു കൂടി? ഞങ്ങൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധന കർമ്മങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുക. അങ്ങനെ ജീവിക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നാനാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. അവരുടെ എല്ലാം ആഘോഷങ്ങളിൽ ഞാൻ ആശംസ പറയാറുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അവർക്ക് ആശംസ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആശ്വാസം നൽകലാണ്. അവരെന്തെങ്കിലും പ്രയാസം എന്നോട് പറഞ്ഞു, രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എനിക്കറിയാം ഞാനിത് പങ്കുവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 99% ഈ സഹായ ഹസ്തങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചറിയാം മുസ്ലിമുകളുടെ ഭാഗത്തു നിന്നാണ്. നമ്മളത് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഇതേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു വഴങ്ങലിലും ഒരു കീഴടങ്ങലിനും ഞാൻ തയ്യാറല്ല. അതിൻ്റെ പേരിൽ തീവ്രവാദിയെന്നോ ഭീകരവാദിയെന്നോ ചൂടാപ്പിയെന്നോ എന്ത് കുന്തം വിളിച്ചാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും മറ്റേ സംഘപരിവാറുകാരൻ വന്നിട്ട് എന്തെങ്കിലും നിങ്ങൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ അന്ന് ഇത് അവസാനിപ്പിക്കണം. കാരണം അന്നത്തോടുകൂടി ഞാൻ മോശമായെന്ന് എൻ്റെ അർത്ഥം. സത്യം പറയുന്നതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ ഈ വികാരം വ്രണപ്പെട്ട് അവരെ ഇടിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ഇതിനൊക്കെ വഴിയൊരുക്കി കൊടുക്കുന്നത്. എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? കച്ചവടം ചെയ്യുന്നവൻ ആ കച്ചവടം ചെയ്യുന്ന ആ റൂട്ടിൽ അങ്ങോട്ട് പോവുക. എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ നാടിൻ്റെ സൗഹാർദ്ദവും സമത്വവും നശിപ്പിക്കാൻ നിൽക്കരുത്. ഭ്രാന്ത് പിടിച്ച കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ ഒരു കടയിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട് കേട്ടോ. നല്ല കുഴിമന്തിയാണ്. അവിടെ നാനാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ആ കടയിൽ കഴിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അവൻ ഇട്ട ആ ഒരു പോസ്റ്റ് ഒരു നല്ല ഉദ്ദേശത്തിലാണ് ആ ഒരു പോസ്റ്റ് ഇട്ടത്. പക്ഷേ ഇവിടുത്തെ സംഘപരിവാറും മറ്റു തീവ്ര പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരും അതിനെ വേറെ രീതിയിൽ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു പ്രശ്നം ഉണ്ടായത്. ഒരിക്കലും കണ്ണൻ്റെ പടം വെച്ചുകൊണ്ട് അതിനകത്തൊരു മന്തിയുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഞാൻ ആ ഫോട്ടോ കാണിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അത് ഒരു പക്ഷേ ചിലപ്പം പല ആളുകൾക്കും ഹേർട്ടാകും, അല്ലെങ്കിൽ പല ആളുകൾക്കും അത് ഒരു പക്ഷേ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതല്ലേ. കാരണം ഇപ്പം ഈ ബീഫിൻ്റെ പേരിലും അല്ലെങ്കിൽ പേരിൻ്റെ പേരിലും കളറിൻ്റെ പേരിലും ഒക്കെ ഈ നാട്ടിൽ വല്ലാത്ത പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ നാറികൾക്കൊക്കെ സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഈ കടക്കാരൻ ഉണ്ടാക്കി വെച്ചത് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അപലപനീയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ട മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊന്നും നിങ്ങൾ കാണിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്കെന്തായാലും ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. കാരണം ഞാൻ വളരെ സത്യസന്ധമായി ഒരു പോസ്റ്റ് ഇട്ടു. ഇപ്പം വിശ്വാശംസകൾ അർപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് അമ്മയ്ക്കും ബാപ്പയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്തായിരിക്കും കാണിച്ചു കൂട്ടാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു വീഡിയോയിൽ പോലും ഞാൻ ഒരു മതത്തെ തള്ളി പറയാനോ ആ മതത്തിൻ്റെ വിശ്വാസങ്ങളെയോ അവരുടെ ദൈവങ്ങളെയോ ഞാൻ ഇന്നേവരെ തള്ളി പറഞ്ഞിട്ടില്ല. കാരണം ലക്കും ദീനിക്കും വലിയ ദീനത, നിനക്ക് നിൻ്റെ വിശ്വാസം, നീ മറ്റു വിശ്വാസങ്ങളെ തള്ളി പറയാതിരിക്കുക എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം തലയ്ക്കകത്ത് വെളിവും ബോധവും ഇല്ലാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ചെയ്യണം. കാരണം ഈ കാലഘട്ടം വളരെ മോശമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുസ്ലിം നാമധാരികളോട്ടുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രവർത്തിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. ആണെങ്കിലും ഈ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു നിലപാടുകാരനാണ് ഞാൻ. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും